ആൺകുട്ടി സ്ലൈഡിലൂടെ താഴെ ഇറങ്ങിയപ്പോൾ തന്നെ അവന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സിംഹത്തെ അവൻ പെട്ടെന്ന് കണ്ടു. അതേസമയം അവന്റെ സഹോദരിയും സ്ലൈഡിലൂടെ അവനെ പിന്തുടർന്നു. പക്ഷേ അവൾ പുറത്തുവന്ന നിമിഷം സിംഹത്തിന്റെ വായിൽ നിന്ന് രക്തം ഇറ്റുവീഴുന്നത് അവൾ കണ്ടു. ഭയന്നുപോയ അവൾ വേഗത്തിൽ തിരിഞ്ഞു നടന്ന് സ്ലൈഡിലൂടെ തിരികെ കയറാൻ ശ്രമിച്ചെങ്കിലും സിംഹം അവളെ പിന്തുടർന്നു. അവൾ മുകളിലേക്ക് കയറാൻ അത്യന്തം കഷ്ടപ്പെട്ടെങ്കിലും സ്ലൈഡ് വളരെ വഴുപ്പുള്ളതായിരുന്നു. അവൾ വീണ്ടും താഴേക്ക് വഴുതി വീണു. ഭാഗ്യവശാൽ അവൾ താഴെ എത്തിയപ്പോഴേക്കും സിംഹം അപ്രത്യക്ഷമായിരുന്നു. അപ്പോൾ തന്നെ ആയ വേഗത്തിലെത്തി പെൺകുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചെങ്കിലും അവളുടെ സഹോദരനെ ഇതിനകം കാണാതായിരുന്നു. താമസിയാതെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അവർക്ക് സിംഹത്തെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരെല്ലാവർക്കും പുറത്തു പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഭൂരിഭാഗം ആളുകളും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അന്ന് വൈകുന്നേരം സിംഹം രഹസ്യമായി ഒരു ബസ്സിൽ കയറി. ഒരു ചെറിയ പെൺകുട്ടി അത് ശ്രദ്ധിക്കുകയും തന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അമ്മ തിരിഞ്ഞു നിന്ന് സിംഹത്തെ കണ്ട നിമിഷം അവൾ ഭയന്ന് തരിച്ചു നിന്നു. ബസ്സിലാകെ പെട്ടെന്ന് ഭീതി പടർന്നു. സിംഹം പെട്ടെന്ന് അവർക്ക് നേരെ ചാടി. ഒരാൾ സ്വയം സംരക്ഷിക്കാൻ കുട തുറന്നെങ്കിലും സിംഹം നിമിഷങ്ങൾക്കുള്ളിൽ അത് കഷ്ണങ്ങളാക്കി കീറി. തെരുവിലുണ്ടായിരുന്ന ആളുകൾ ഞെട്ടലോടെ ആ ഭയാനകമായ ദൃശ്യം കണ്ടു. തൊട്ടടുത്ത നിമിഷം ബസ് പൂർണ്ണമായും നിയന്ത്രണം വിട്ട് തകർന്നു.